സാധനങ്ങളാണ്. അപ്പൊ ഇതൊരു ബാഗാണ്, ഒരു കൊറിയൻ കവായി ബാഗ്. സാൻഡ്രിയോ തീമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ കളി തുടങ്ങാം. ഇത് കുറച്ച് സാൻഡ്രീസ്. അപ്പൊ നമുക്ക് ആദ്യം ഈ കളി തുടങ്ങാം. ഇതിനകത്ത് കുറെ സാധനങ്ങൾ കുട്ടിക്കേറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗൈസ് ഇതാണ് നമ്മൾ വാങ്ങിയ ഷാർപ്പിനർ. ഇത് കുറുമിയും മായമേറുമാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ക്യൂട്ടാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് 2 പെന്നാണ്, ബ്ലാക്കും ബ്ലൂവും. ഇതിന്റെ പെന്നാണോ ഞാൻ യൂസ് ചെയ്യുന്നത്? നല്ല പെന്നാണ്. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്മൃതായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, പാക്കറ്റ് അല്ല. പിന്നെ ഇത് ഒരു കവായി പെന്നാണ്. ഗൈസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കവായി പെൻ അത് വേറെ ഒരു ക്വാളിറ്റി ആയിട്ടു ഗൈസ്. പിന്നെ ഇത് രണ്ടും ഒന്നാണ് ഗൈസ്. പിന്നെ 2 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഈ സ്കെയിൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്കൊരു സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു പിങ്ക് കളറാണ്. ഞാൻ പച്ചയാണ് വാങ്ങിച്ചത്. അപ്പൊ പിന്നെ ഞാൻ 2 റൈസർ എടുത്തിട്ടുണ്ട്, വലുതും ചെറുതായിട്ട്. ഞാൻ റൈസർ എടുത്തിട്ടില്ല, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉള്ളതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം ഗൈസ്. ഹൈലൈറ്റർ ഉണ്ട് ഗൈസ്, ഓറഞ്ച് ഹൈലൈറ്റർ. എന്തിയാ ഗൈസ് എന്റെ ഹൈലൈറ്റർ കാണിച്ചിട്ട്? അത് വേറെ എന്തെങ്കിലും കണ്ടിട്ട് കാണും ഗൈസ്. അപ്പൊ ഗൈസ് ഇനി വന്നിട്ടുള്ളത് ഒരു കോമ്പാണ്. ഇത് വെർത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി വെർത്താണ്. ഈ സാധനത്തിന് വെറും 60 രൂപയുള്ളൂ. ഇതൊരു നോട്ട് പാഡാണ്. ഇതില് ഒരു നോട്ട് പാഡ്, സ്റ്റിക്കി നോട്ട്, പെന്ന്. ഇത് ഞാനൊരു മായമേറു തീമിലാണ്. തുറന്ന് കാണിച്ചു തരാം. മായമേറു തീമും അവള് കൊരോമിയാണ് കൊടുത്തിരുന്നത്. കുറുമി എൻ്റെ പേര് നിങ്ങൾക്ക് വലുതായിട്ട് അറിയില്ല. എന്നാലും ഇത് ഇവിടെ ഗൈസ് ഇത് തുളിക്കാൻ പറ്റുന്നില്ല. കണ്ടോ നല്ലതാണ്, അഫോർഡബിൾ ആണ്. ഇത് ഗൈസ് കണ്ടോ, നല്ലൊരു അടിപൊളി നോട്ട് പാഡ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റിക്കി നോട്ടാണ്. കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി സ്റ്റിക്കി നോട്ട് ഉണ്ട്. പിന്നെ ഒരു പെന്നുണ്ട്. പിന്നെ എനിക്കൊരു ബന്ധമില്ലാത്ത കളറാണ് കിട്ടുന്നത്. ഗൈസ് പെന്ന് തുറക്കണില്ല, തുറന്നു ഗൈസ്. ഗൈസ് ഈ പെന്നിന് എന്തോ ട്രിബിൾ ഉണ്ട് ഗൈസ്. ഉണ്ടോ, നല്ലൊരു അടിപൊളി പെൻ. വർക്കാവെന്ന് പറയാൻ പാടില്ല, അതിൻ്റെ ജെല്ലാണ് ഗൈസ്, ജെല്ലാണ്. ഇത് നോട്ട് പാഡിലേക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത സാധനം കാണാം ഗൈസ്. നമ്മൾ അടുത്ത കളി തുറക്കാം. അപ്പൊ ഇതിലൊരു വലിയ സ്കെയിൽ വരുന്നുണ്ട്, ബിഗ് സ്കെയിൽ. അത് നേരത്തെ എൻ്റെ കയ്യിൽ പോയി. പിന്നെ ഇതെൻ്റെ പെൻസിലാണ്, അപ്സരയുടെ. ഇതാണ് ഞാൻ പറഞ്ഞ കവായി പെൻ. ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. എത്ര 25 രൂപ? 25 രൂപയുള്ളൂ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പെന്നാണ്. നമുക്ക് അടുത്തത് ഒരു സ്റ്റാപ്ലെയറിന്റെ പിന്നുണ്ട്. പിന്നെ ഇത് ഒരു പൗച്ച് കൊരാമി പൗച്ച്. ഹൈലൈറ്റർ, ഓറഞ്ച് കളർ ഹൈലൈറ്റർ. ഇത് കൊരാമി ആണെന്ന് എനിക്കറിയുന്നത്, കൊരാമി പോലെ ഉണ്ട്. അപ്പോൾ അത് കൊരാമി പൗച്ച്. ഞാൻ അടുത്ത കളി തുറക്കട്ടെ ഗൈസ്. എനിക്കും ഉണ്ട് ഗൈസ് കൊരാമി. ഇത് വേണേ തുറന്ന് കാണിക്കാം ഗൈസ്. ഗൈസ് ഇത് ഭയങ്കര പാടാണ് തുറക്കാൻ. ഇതിന് എത്രയാ നോക്കട്ടെ. 100 ഉള്ളൂ. 100 ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല ഒരു അടിപൊളി പൗച്ചാണ്. 170. ഞങ്ങൾ ഇതെല്ലാം വാങ്ങിയത് മരിയ സ്റ്റോഴ്സിൽ നിന്നും പിന്നെ വേറൊരു കടയിൽ നിന്നുമാണ്. ഇതിന് വരുന്നത് 170 രൂപയാണ്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത സംഭവം എടുക്കാം. ഇൻസ്ട്രോം ബോക്സ് ആണ്. തുറന്ന് കാണിക്കാം. ഇത് ക്യാമലിനാണ് ഗൈസ്, ക്യാമലിൻ. ഞങ്ങൾ രണ്ടും ഒരേതാണ് കേട്ടോ വാങ്ങിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനെയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആണ് അധികം ഒന്നും പറയാത്തത്. പിന്നെ എത്ര റേറ്റ് ഒന്നും ചിലവർക്ക് എല്ലാവർക്കും അറിയാം. 150 രൂപയാണ്. ഒരു സിക്സ്ത്തിലൊക്കെ ആയ കുട്ടികൾ, 6th
ഇത് വേണ്ടത് കേട്ടോ. കഴിഞ്ഞു. ബാഗ് ഗൈസ് എനിക്കൊരു സാധനം കൂടി ഉണ്ട് ഗൈസ്. വാട്ടർ ഗൈസ് എന്റെ വാട്ടർ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരണേ ഉള്ളൂ. ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഇതിന്റെ 2 കളിയുള്ള കൊരോമീഡ് ഉണ്ടായിരുന്നു ഗൈസ്. അതിന് വില കൊണ്ട് വാങ്ങിച്ചല്ലേ പറഞ്ഞു. ഞാൻ ഓർഡർ ചെയ്യും ഗൈസ്. പിന്നെ നമുക്കൊരു സിയോണിന്ന് ഒരു ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് സാധനങ്ങളുള്ളൂ ഗൈസ്. ഗൈസ് പിന്നെ ഈ ബാഗിന് എന്താണ്ട് 800 അതിന് 1000 1000 ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഒരു സ്ക്രബാണ്. ഇത് മരിയ തേച്ച് കുളിക്കേണ്ട സാധനം. അത് മരിയെന്ന് വാങ്ങിച്ചതാണ്. അതിന്റെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. എന്റെ ഫസ്റ്റ് സാധനം ഒരു മാലയാണ്. ഞാൻ മാല വാങ്ങിയില്ല ഗൈസ്, മറന്നു. പിന്നെ അടുത്ത സാധനം ഞാൻ പൊട്ടിച്ചിട്ടില്ല ഗൈസ്, പൊട്ടിക്കണം ഗൈസ്. പിന്നെ ഒരു കോമ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ ഇടാൻ പറ്റും. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് അത് വാങ്ങിച്ചിട്ടില്ല ഗൈസ്. പിന്നെ ഞങ്ങളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ ഷെയ്ഡ് ഒരു അടിപൊളി ഷെയ്ഡാണ്. പിന്നെ ഒരു സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനും 46 അങ്ങനെ ഞാനും വാങ്ങിച്ചു അതേ സ്ലൈഡ്. രണ്ടും ഒരേതാണ് ഗൈസ്. ഇനി അടുത്ത സാധനം നോക്കാം. പിന്നെ ഗൈസ് ഞങ്ങൾക്ക് സ്കൂളിലത്തെ ബ്ലാക്ക് ബുഷ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബുഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളൊരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഞാനൊരു അലോവേര കുഞ്ഞിതാണ് എടുത്തത് കേട്ടോ. ഗൈസ് ഞാനിത് ഓറഞ്ചിന്റെ വിറ്റാമിൻ സി ആണ് ഗൈസ്. ഇത് ഞാൻ എന്താ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റില് ഫേസ് വാഷിലായിരുന്നു. അപ്പോൾ എമർജൻസിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ക്രാബ്. ഇത് നമ്മളെ ചേച്ചിയുടെയാണ്. ചേച്ചി അവിടെ നിന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഒരു നെയിൽ പോളിഷ് ഉണ്ട് ഗൈസ്. ഒരു ക്യൂട്ടായിട്ടുള്ള മെയിൻ സാധനം. ഒരു ഗൈസ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബണ്ണുണ്ട് ഗൈസ്. എന്റെ കൊരോമി ഇവിടെ എന്തോ സാധനം സാധനമാണ് ഗൈസ്. നല്ല ക്യൂട്ടാണ്. ഞാൻ അടുത്ത സാധനം കീച്ചേ. അവളും ഇതേ കിറ്റ് തന്നെയാണ്. പക്ഷെ വേറെ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ട്. പിന്നെ ഉണ്ട് ഗൈസ് ഇനിയും സാധനം ഉണ്ട്. 2 സാധനങ്ങളുണ്ട്. പിന്നെ ഗൈസ് ഒരു കൺവശി അമ്മക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഗൈസ് ഒരു കത്രിക വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാനൊരു കുഞ്ഞു ക്ലിപ്പ് ചേച്ചിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഇച്ചിരി കമ്മലാണ്. അത് നിങ്ങൾ തുറന്ന് കാണിക്കണമെന്നില്ല, എനിക്ക് കമന്റ് ചെയ്യൂ. തുറന്ന് കാണിക്കണമെന്നില്ല കമന്റ് ചെയ്യൂ. കമ്മലിന്റെ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് ബ്രൗൺ ചെരുപ്പുണ്ട്. ആദ്യം നമുക്ക് ഇതുണ്ട്. ഇത് ബ്രൗൺ പേപ്പർ അല്ല, ഒരു വൈറ്റ് പേപ്പറാണ്. ഇത് ഇവിടെ ബ്രൗൺ ആണ് വാങ്ങിച്ചത്. ഇത് ബ്രൗൺ ആണ്. ഇത് ഒരു വൈറ്റ് ആണ്. പിന്നെ ചെരുപ്പുണ്ട്. എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ എനിക്ക് മടുത്ത് ചെരുപ്പുകളിലൊക്കെ കയറിയതുകൊണ്ട് ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്തു. മഴക്കാലല്ലേ, നമുക്ക് വേറാളും. ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ സെലക്ഷൻ ആണ്. ചേച്ചി പറഞ്ഞു ഇത് ചേച്ചിക്ക് വലിയ ഇഷ്ടമായില്ലെങ്കിലും അത് ഞാനങ്ങ് എടുത്തു. സ്കൂളിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ്. ഇതിന് 400 ആണ് ഗൈസ്. ഇതിന് വന്നിട്ട് ഏതാണ്ട് 300. ഇത്ര ഉള്ളൂ നമ്മുടെ ഹോള്. നമ്മൾ ഇച്ചിരി സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ബൈ ബൈ.